അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു സൂറത്ത്. ആ ചെറിയൊരു സൂറത്ത് നിങ്ങൾ ഓതാൻ തയ്യാറാണെങ്കിൽ, ഞാൻ പറയുന്ന രീതിയിൽ ഓതാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഇൻഷാ അല്ലാഹ് നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം അത് ചെറുതോ വലുതോ ആട്ടെ, എത്ര വലിയ ആഗ്രഹമാണെങ്കിലും പഠിച്ച റബ്ബ് നിങ്ങൾക്ക് സാധിച്ചു തരും ഇൻഷാ അല്ലാഹ്. നമുക്ക് ഒരുപാട് മഹാന്മാരെ അറിയാം അല്ലേ. അതിൽ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ ഒരാളാണ് നമുക്ക് മടവൂർ ഷെയ്ഖുന. മടവൂർ ഷെയ്ഖിനെ കുറിച്ചിട്ട് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. മടവൂർ ഷെയ്ഖിനെ കുറിച്ചിട്ട് എത്ര പറഞ്ഞാലും നമുക്ക് പോരിശ തീരൂല. അത്രക്കും പവർഫുള്ളായിട്ടുള്ളൊരു മഹാനാണ് കേട്ടോ. അവിടെ നിന്ന് വർഷത്തിൽ ആണ്ടൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ആണ്ടില്ലാത്ത സമയത്തൊക്കെ നമ്മൾ പോകാറുണ്ട്. പൊതുവേ ഭയങ്കര തിരക്കാണ്, ആണ്ടിൻ്റെ സമയത്ത് നല്ല തിരക്കാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മടവൂർ ഷെയ്ഖിൻ്റെ പേരിൽ പഠിച്ച റബ്ബിനോട് നമ്മൾ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം മുൻനിർത്തിയിട്ട് പഠിച്ച റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. ഞാനിങ്ങനെ 11 ഫാത്തിഹ അതേ ചെയ്യുന്നുണ്ട്. 11 ഫാത്തിഹ നമ്മൾ എന്ത് ചെയ്യണം, ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഓതി തീർക്കാം. ഒറ്റ ദിവസം നിസ്കാരപ്പായാൽ 5 വക്ത് നിസ്കാരത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആരോടും സംസാരിക്കാതെ നമ്മൾ ഖുർആൻ എടുത്ത് വെച്ചിട്ട് നോക്കിയിട്ട് തന്നെ ഓതാം. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് അത് ഓതി തീർക്കാമല്ലോ. 11 ഫാത്തിഹയല്ലേ, നല്ല സുഖമായിട്ട് ചെയ്തൂടെ. അപ്പോൾ നമ്മൾ മനസ്സിലുള്ള ആഗ്രഹം പറഞ്ഞിട്ട് 11 ഫാത്തിഹ നിങ്ങൾ നേർച്ച വെച്ചിട്ട് ഓതി നോക്കി. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എത്ര വലിയ ആഗ്രഹമാണെങ്കിൽ പഠിച്ച റബ്ബ് സാധിച്ചു തരും. പിന്നെ എന്ത് ചെയ്യണം, പിന്നെ പഠിച്ച റബ്ബിനോട് നമ്മൾ പറയണം, എൻ്റെ ഈ ആഗ്രഹം നടന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ മക്കാമിൽ പോയിട്ട് തുണി യാറം മൂടാൻ വേണ്ടി നേർച്ച ചെയ്യുന്നുണ്ട് റബ്ബേ. ഞാൻ അവിടെ പോയിട്ട് എൻ്റെ ആഗ്രഹം എന്താണ് അത് സാധിച്ച് കിട്ടിയാൽ ഞാൻ ഉടനെ തന്നെ ഞാൻ മക്കാമിൽ പോയിട്ട് യാറം മൂടിക്കോളാം എന്നുള്ള, അത് നമ്മൾ എല്ലാ പ്രാവശ്യവും ഫാത്തിഹ ഓതുന്നതിന് മുന്നും ശേഷവും നമ്മളത് ആ നെയ്യത്ത് വെക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശവും നിങ്ങൾക്ക് നിറവേറും. കഴിയുന്നവരൊക്കെ ഒന്ന് മക്കാമിൽ പോവുക എല്ലാവരും. അതായത് നമുക്ക് സ്ത്രീകൾക്ക് നിസ്കരിക്കാനും എല്ലാത്തിനുള്ള സൗകര്യം അവിടെ ഉണ്ട്. അവിടുത്തെ മഹാൻ്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് പഠിച്ച റബ്ബ് നമ്മുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ സാധിച്ചു തരട്ടെ. ഒരുപാട് നേർച്ചക്ക് പ്രതിഫലം കിട്ടിയില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരുപാട് മഹാന്മാരുണ്ട്. അതിൽ നമ്മൾ മമ്പുറമൊക്കെ ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നതാണല്ലോ. അപ്പോൾ മമ്പുറം, മടവൂർ ഷെയ്ഖുന, അതുപോലെ തന്നെ നമ്മളെ പൊന്നാനി മറോട്ടെടുക്കുന്ന മുനമ്പത്ത് ബീവി, ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ബീവിമാരാണ് കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ പേരിൽ ഹദിയ ചെയ്ത് നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. അതാണ് ഞാനും പറഞ്ഞത്. മടവൂർ ഷെയ്ഖുനൻ്റെ പേരിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 11 ഫാത്തിഹ ഹദിയ ചെയ്തിട്ട് ഓതാൻ വേണ്ടി നേരത്ത് വെക്കുക. അത് നമ്മൾ ആ ഓതോട് കൂടി തന്നെ ഖുർആനിൽ നോക്കിയിട്ട് തന്നെ ഓതാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലാണ്ട് നമ്മൾ ഫോണിൽ നോക്കിയിട്ടല്ലാതെ എനിക്ക് ഇത് നല്ല സിമ്പിളാണല്ലോ, കാണാതെ എനിക്ക് ഓതാൻ പറ്റുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് കാണാതെ കിച്ചണിലും അല്ല നമ്മളെ മൈൻഡൊക്കെ എവിടെയെങ്കിലും ആക്കിയിട്ട് അങ്ങനെ ഓതി തീർക്കരുത്. നമുക്കൊരു ആവശ്യമുണ്ട് അല്ലേ, നമുക്കാണ് ആവശ്യം. അത് നമുക്ക് പഠിച്ച റബ്ബിനോട് പറയണം. പഠിച്ച റബ്ബ് അത് നമ്മൾ കേൾക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മൾ വേറെ മൈൻഡിലൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ഇതും കിട്ടൂല കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണം, ആ നിസ്കാരപ്പായ അത് പഠിച്ച റബ്ബിലേക്ക് നമ്മൾ അടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി നിൽക്കുന്നൊരു സ്ഥലമാണ്. നമുക്ക് ഒലവും ഉണ്ടാവും. ആ ഒരു സമയത്ത് രാത്രിയിൽ ചെയ്താൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. കാരണം ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ സംസാരത്തിന് വരുന്നതായാലും അപ്പോൾ നമ്മൾ അവരോട് സംസാരിക്കേണ്ടി വരും. അപ്പോൾ അതിനിടയ്ക്കൊരു ഗ്യാപ്പ് വരും. അപ്പോൾ നമുക്ക് ആ ഒരു റാഹത്ത് കിട്ടൂല അല്ലേ, ആ ഒരു റാഹത്ത് നമുക്ക് കിട്ടൂല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഒന്നെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇശാ നിസ്കാരത്തിന് ശേഷം, ഇശാക്ക് കിടക്കാൻ നേരത്തൊക്കെ നിസ്കരിക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇശാ നിസ്കാരത്തിന് ശേഷം ആയാലും തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം ബെറ്റർ ആയിട്ടുള്ളൊരു ടൈമാണ്. എന്നിട്ട് അത് 11 ഫാത്തിഹ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഓതി തീർക്കുക. അതും ബിസ്മിയൊക്കെ ഓതിയിട്ട് എന്നിട്ട് എല്ലാ ഫാത്തിഹ ഓതുന്നതിന് തൊട്ട് മുൻപും ശേഷവും നമ്മൾ മക്ബറയിൽ പോയിട്ട് എന്താണ് പട്ട് കൊടുക്കുന്ന ആ ഒരു കാര്യം, അതില്ലാതെ യാറം മൂടാനുള്ള പട്ട് കൊടുക്കാം എന്നുള്ള ആ ഒരു നേർച്ച മനസ്സിൽ വെക്കാം. അത് പഠിച്ചവനോട് പറയാൻ വേണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്ത് ഹലാലായ ഉദ്ദേശം നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ പഠിച്ച റബ്ബ് സാധിച്ചു തരും. ഹലാലായ ഉദ്ദേശം മാത്രമല്ല, നിങ്ങൾ എന്ത് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പഠിച്ച റബ്ബ് ഷിഫയാക്കി തരും. അതിനൊരു സമാധാനം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്ക്. സിമ്പിളാണല്ലോ. ഫാത്തിഹ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല, നിസ്കരിക്കാത്തതായിട്ടും ആരും ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നിസ്കരിക്കാൻ പഠിച്ച റബ്ബ് മനസ്സ് തരട്ടെ. ആ ഒരു എന്താണ് നമുക്ക് ആ ഒരു ബോധം ഉണ്ടല്ലോ, അത് നമുക്ക് നിലനിർത്താം. അതാണ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് വേണ്ടത്. പിന്നെ നമ്മളെ ജീവിതമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ പോകും. നിസ്കാരമാണ് നമ്മളെ നെടുന്തൂണെന്ന് പറഞ്ഞത്. ആ നിസ്കാരം നമ്മൾ എപ്പോഴും ഏത് പ്രതിസന്ധിയിൽ നമ്മൾ മുറുകെ പിടിക്കണം. അപ്പോഴേ നമ്മൾ മഹാന്മാരെ പേരിൽ ഓതുമ്പോഴും
മഹാന്മാരുടെ ആ പൊരുത്തും ആ ഒരു പവർ നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ നിസ്കരിക്കാതെ കുറേ നേർച്ച ചെയ്ത് കുറേ മക്ബറൊക്കെ സിയാറത്ത് ചെയ്ത് അവിടെ പോയിരുന്ന് യാസീൻ ഓതിയിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. ഇൻഷാ അല്ലാ പഠിച്ച റബ്ബ് എല്ലാവർക്കും അതിനുള്ളൊരു മനസ്സും അതിനുള്ള ആരോഗ്യം നൽകട്ടെ കേട്ടോ. ഇൻഷാ അല്ലാ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ ഒരു നേർച്ച ചെയ്തിട്ട് നിങ്ങൾ ഹലാല ഉദ്ദേശം നടക്കുകയാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. അത്രമാത്രം മതി. ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.